കസ്റ്റഡി മരണങ്ങൾ തുടരുമ്പോഴും പോലീസിനെ ന്യായീകരിച്ച പിണറായി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മർദ്ദനങ്ങൾ ആവർത്തിക്കുമ്പോൾ പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ മൗനം വെടിഞ്ഞ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരള പോലീസിനെ പൂർണ്ണമായും വെള്ളപൂശിയാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. LDF യോഗത്തിലാണ് വിശദീകരണവുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. പതിവ് ശൈലിയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. 40 മിനിറ്റ് സമയമെടുത്താണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിശദീകരിച്ചത്. കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി LDF യോഗത്തിൽ അറിയിച്ചു. പോലീസിന്റെ ഭാഗത്തൊന്നും തെറ്റായ ഒന്നും ഉണ്ടായില്ല. വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ശ്രമമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. അത്തരം ശ്രമങ്ങളിൽ വീഴരുതെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി LDF യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പുള്ള പോലീസ് അതിക്രമങ്ങളാണ് ഇപ്പോൾ വാർത്തയായി കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് ലോക്കപ്പ് മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ LDF സർക്കാർ അനുവദിക്കില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഒരു കോട്ടവുമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം. വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിന് ആരും കൂട്ടുനിൽക്കരുതെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ആരംഭിക്കുവാനും LDF യോഗം തീരുമാനിച്ചു. കസ്റ്റഡി മർദ്ദനങ്ങളാൽ കേരള പോലീസ് വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പോലീസിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. മുന്നണിക്കുള്ളിൽ നിന്നും പോലീസ് വിഷയത്തിൽ പരാതികൾ സജീവമായിരുന്നു. കുന്ദമംഗലം കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സമാനമായ നിരവധി പരാതികൾ ഉയർന്നത്. എന്നാൽ ഇതിലൊന്നും മുഖ്യമന്ത്രി പൊതുസമൂഹത്തിൽ പ്രതികരണം നടത്തിയിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മൗനം പ്രതിപക്ഷവും ആയുധമാക്കിയിരുന്നു. കേരള പോലീസിലെ ഒരു കൂട്ടം ക്രിമിനലുകൾ നടത്തിയ ക്രൂരമർദ്ദനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തെളിവ് സഹിതം തുടർച്ചയായി പുറത്തു വന്നിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവുമില്ലെന്ന് തുടർച്ചയായി തെളിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അതിനെതിരെ ചെറുവിരൽ അനക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. സ്വന്തം വകുപ്പ് ഇത്രമേൽ ആരോപണങ്ങൾ നേരിടുമ്പോഴും ഒരക്ഷരം ഉരിയാടുകയോ കാര്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രി സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തിനാകെ നാണക്കേടുണ്ടാക്കിയ സംഭവ പരമ്പരയിൽ ഇനിയെങ്കിലും മൗനം വെടിയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടിരുന്നു.